നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം ഭക്തിയോടെ ഭയത്തോടെ നമുക്ക് ജീവിക്കാൻ. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. വെളിപ്പാട് പുസ്തക പഠന പരമ്പരയാണല്ലോ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 19-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമ്മൾ തിരിക്കുമ്പോൾ അവിടെ ജയാളിയായി തീർന്ന ക്രിസ്തുവിനെ ആർപ്പിൻ്റെ ശബ്ദത്തോടെ ആരാധിക്കുന്ന ഒരു ഭാഗമാണ് 19-ാം അധ്യായത്തിൽ നമ്മൾ കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ എന്ന ഉച്ച നാദത്തോടെ യേശുവിനെ ആരാധിച്ചുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. ക്രിസ്തു ജയിച്ചവനായ ക്രിസ്തുവാണ്. ആ ജയാളിയായി തീർന്ന ക്രിസ്തുവിനെയാണ് അവിടെ ഹല്ലേലൂയ എന്ന ആർപ്പിൻ്റെ ശബ്ദത്തോടെ ആരാധിച്ചു തുടങ്ങുന്നത്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയോടും ദൈവത്തിൻ്റെ നിയോഗത്തോടും കൂടി ഈ ലോകത്തിലായിരുന്നപ്പോൾ ഏതിലൊക്കെ താൻ ജയിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തു പാപത്തെ ജയിച്ചു, ലോകത്തെ ജയിച്ചു, മരണത്തെ ജയിച്ചു, പാതാളത്തെ ജയിച്ചു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. അങ്ങനെ ജയിച്ചവനായ ഒരു ക്രിസ്തുവിനെ ഇവിടെ നമ്മൾ കാണുകയാണ്. പൗലോസ് മറ്റൊരിടത്ത് പറയുന്നുണ്ട്, യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന നമ്മുടെ ദൈവത്തിന് സ്തോത്രം. മറ്റൊരാൾക്കും അവകാശപ്പെടാൻ കഴിയാത്ത, മറ്റൊരാൾക്കും പറയാൻ കഴിയാത്ത ഒരു സവിശേഷമായ ഒരു വിശേഷതയാണ് നമ്മളിവിടെ വായിക്കുന്നത്. അതായത് ഒരാൾ ജയിച്ചതുകൊണ്ട് തന്നെ അനുഗമിക്കുന്നവരോ മറ്റുള്ളവരോ ആരും ജയാളിയായി തീരുന്നില്ല. ഒരു വ്യക്തി ജയിച്ചാൽ ആ വ്യക്തിയാണ് ജയിക്കുന്നത്. അതിൻ്റെ ഗുണം മറ്റുള്ള ആൾക്കില്ല, അദ്ദേഹമാണ് ജയിക്കുന്നത്. പക്ഷേ ഇവിടെ ബൈബിളിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ പ്രത്യേകത, യേശുക്രിസ്തു ജയിച്ചതുകൊണ്ട് തന്നെ അനുഗമിക്കുന്നവരും തൻ്റെ മക്കളായവർക്കും ജയിച്ചവരായി തീരാൻ കഴിയും എന്ന് പൗലോസ് ഓർമ്മപ്പെടുത്തി. അതാണ് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയമുണ്ട്. ക്രിസ്തു ജയിച്ചതുകൊണ്ട് നമുക്ക് ജയമുണ്ട്. ക്രിസ്തു ലോകത്തെ ജയിച്ചതുകൊണ്ട് നമുക്കും ലോകത്തെ ജയിക്കാൻ കഴിയും. ക്രിസ്തു പാപത്തെ ജയിച്ചതുകൊണ്ട് നമുക്കും പാപത്തെ ജയിക്കാൻ കഴിയും. ക്രിസ്തു മരണത്തെ ജയിച്ചതുകൊണ്ട് നമുക്കും മരണത്തെ ജയിക്കാൻ കഴിയും. ക്രിസ്തു പാതാളത്തെ ജയിച്ചതുകൊണ്ട് നമുക്കും പാതാളത്തെ ജയിക്കാൻ കഴിയും. പൗലോസ് പറയുന്നത്, നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, പിന്നെ നാം എല്ലാവരും ആ നിരയിലത്രേ. അപ്പോൾ ക്രിസ്തു ഉയർത്തതുകൊണ്ടും ക്രിസ്തു ജയിച്ചതുകൊണ്ടും നമുക്ക് ജയമുണ്ടെന്ന് പൗലോസ് പറയുകയാണ്. ഇവിടെ 19-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരുമ്പോൾ, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, തൻ്റെ കാന്തയും തന്നെത്താൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുകയാണ്. കല്യാണത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു കാന്തയെ, കല്യാണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഒരു മണവാട്ടിയെ നമ്മൾ ഈ പുസ്തകത്തിൽ കാണുകയാണ്. നമുക്കറിയാം, ഇന്ന് നടക്കുന്ന ഓരോ ക്രൈസ്തവ വിവാഹങ്ങളിലും അത് ആശീർവദിക്കുന്ന അല്ലെങ്കിൽ സന്ദേശം നൽകുന്ന ദൈവദാസന്മാർ ഓർമ്മപ്പെടുത്തുന്നൊരു കാര്യം, ഇത് സ്വർഗത്തിൽ നടക്കുന്നൊരു വിവാഹത്തിൻ്റെ നിഴലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് നടക്കുന്ന ഓരോ വിവാഹത്തെയും ആശീർവദിക്കുന്നത്. ക്രൈസ്തവ വിവാഹം നാളെ നടക്കാനിരിക്കുന്ന ക്രിസ്തുവായ മണവാളനോട് ചേരുന്ന മണവാട്ടിയാകുന്ന സഭയുടെ വേളിയെ നിഴലായി ചിത്രീകരിച്ചുകൊണ്ടാണ് ഓരോ വിവാഹവും നടക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്രകാരം പറഞ്ഞുകൊണ്ടാണ്. ആ കർത്താവായ യേശുക്രിസ്തു എന്ന മണവാളനോട് ചേരാൻ ഒരുങ്ങിയിരിക്കുന്ന മണവാട്ടിയാണ് നാം. അപ്പോൾ തന്നെ ആ വിശുദ്ധ വിവാഹത്തിന് വേണ്ടി നമുക്ക് തന്നെത്താൻ ഒരുങ്ങാൻ കഴിയണം. നമുക്കൊരു പ്രിപ്പറേഷൻ ഉണ്ടാകണം, നമുക്കൊരു വിശുദ്ധി ഉണ്ടാകണം, നമുക്കൊരു താല്പര്യത്തോടെ ആവലോടെ ആ മണവാളിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം. താഴോട്ട് വായിക്കുന്നു, ഈ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവരെല്ലാം ഭാഗ്യവാന്മാരാണ്. പ്രിയമുള്ളവരെ, കൃപയാലാണ് ഈ ക്ഷണം നമുക്ക് ലഭിക്കാനിടയായത്. മറ്റൊരിടത്ത് വായിക്കുന്നുണ്ടല്ലോ, ഒരു യജമാനൻ തൻ്റെ വിവാഹത്തിന് വേണ്ടി എല്ലാവരെയും വിളിക്കുന്നു, പക്ഷെ വിളിച്ചവരാരും വന്നില്ല. അവസാനം താൻ പറയുന്നു, നീ തൻ്റെ ബാല്യക്കാരോട് പറയുന്നു, നീ തെരുവിൽ ചെന്ന് കാണുന്നവരെ എല്ലാം വിളിച്ചു കൊണ്ടുവരിക. അങ്ങനെ മുൻകൂർ ക്ഷണം കിട്ടാതിരുന്ന അവർക്ക് ഭാഗ്യവശാൽ, കൃപയാൽ ആ വിവാഹത്തിൻ്റെ പന്തിയിലിരിക്കാൻ ഭാഗ്യം ലഭിച്ചു. പ്രിയമുള്ളവരെ, നാമും ഇതുപോലെയാണ്. നമുക്ക് ക്ഷണം ലഭിച്ചിട്ടല്ല, കൃപയാൽ നമുക്ക് ആ പന്തിയിലിരിക്കാൻ ഭാഗ്യമുണ്ടായി.
പന്തിയിലിരിക്കാൻ നമുക്ക് കൃപ ലഭിച്ചു. അതുകൊണ്ട് ആ മണവാളൻ്റെ വിവാഹത്തിനു വേണ്ടി കാന്തയാകുന്ന നമുക്ക് വീണ്ടും ഒരുങ്ങാം. നമുക്കൊരു വിശുദ്ധി ഉണ്ടാകാം. നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം ഭക്തിയോടെ, ഭയത്തോടെ നമുക്ക് കഴിക്കാൻ, ഭക്തിയോടെ നമുക്ക് ജീവിക്കാൻ കഴിയട്ടെ എന്നുള്ള ആഹ്വാനത്തോടെയും പ്രാർത്ഥനയോടെയും ഈ ലഘു സന്ദേശം ഞാൻ അവസാനിപ്പിക്കുന്നു. നമുക്കും ഒരുങ്ങാം, അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.